சூப்பர் அன்எக்ஸ்பெக்டட் ரிசல்ட். அதாவது எப்படின்னு கேட்டிங்கன்னா ஒரு படத்தை எப்படி எடுக்க முடியும், ஒரு சாதாரண மேட்டரை எப்படி எடுக்க முடியுங்கிறது அற்புதமாக எடுத்திருக்காங்க. ரொம்ப സന്തോഷം. സൈക്കോ സിനിമ രാജ്ബി ഷെട്ടി നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല. അവരാണ് നല്ലതാണ്. 3-4 കഥാപാത്രങ്ങളേ ഉള്ളൂ. നല്ലപോലെ പടം ചെയ്തിട്ടുണ്ട് രാജ്ബി ഷെട്ടി. നല്ല പുള്ളിയുടെ രൂപയൊക്കെ ചെയ്ത പോലെ തന്നെ ഒരു കഥാപാത്രം, കുഴപ്പമില്ല കേട്ടോ, നല്ല സിനിമ. ത്രില്ലറാണ്. ഒരു ഫ്രഞ്ച് സ്പാനിഷ് സൈക്കോ ടൈപ്പ് ത്രില്ലറാണ്. ക്യാരക്ടർ കുറവാണ്, പക്ഷേ തിയേറ്റർ വാച്ചുകൾ തന്നെയാണ്. സൈക്കോ റിലേറ്റഡ് ഫിലിം ആയതുകൊണ്ട് തന്നെ രാജ്ബി ഷെട്ടി നല്ല പ്ലേസ് ചെയ്തിട്ടുണ്ട്, അപർണ ബാലപുരി നല്ല ചെയ്തിട്ടുണ്ട്, കൊള്ളാം. സിനിമ എന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, സൂപ്പർ പടമാണ്. എല്ലാവരും നന്നായിട്ടുണ്ട്. ഒരു പട്ടിയുണ്ട്, ആ പട്ടി പോലും വളരെ ഭംഗിയായിട്ട് ചെയ്യിച്ചിട്ടുണ്ട്. പട്ടികൾ നല്ലൊരു പടം, തിയേറ്ററിൽ വന്ന് കാണേണ്ട പടമാണ്. നല്ല പടം. നിങ്ങളും എല്ലാവരും കാണും, നന്നായിട്ടുണ്ട്. നല്ല സിനിമ എല്ലാവരും കാണും. നല്ല പടം നിങ്ങൾ കാണും, സസ്പെൻസ് കളയണ്ട. നല്ല പടം. നല്ല സിനിമ, ഗംഭീര സിനിമ, എല്ലാവരുടെയും അടിപൊളിയാണ്, എല്ലാവരും സൂപ്പർ. നല്ല പടം. കണ്ട് എൻജോയ് ചെയ്യാം. സൂപ്പറായിട്ടുണ്ട്. നല്ല പടം. സൂപ്പറാ. ഗുഡ് മൂവി. അടിപൊളി. കണ്ടിരുന്നു, അടിപൊളിയാണ്. അമൃത പൊളിച്ചു, അല്ല അപർണ പൊളിച്ചു. ഓക്കെ, അടിപൊളിയായിട്ട്. ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഇവിടെ. പക്ക ത്രില്ലറാണ്, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി. അടിപൊളിയുണ്ട്, സൂപ്പർ. മലയാളത്തിൽ ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലർ ആദ്യമായിട്ടാണ് തോന്നുന്നത്. പിന്നെ അപർണ ബാലമുരളി വളരെ അവരുടെ കരിയറിലെ ഒരു ബിഗ് ടേണിംഗ് പോയിൻ്റായിരുന്നു, സൂപ്പറായിട്ടുണ്ട്. പിന്നെ രാജ്ബി ഷെട്ടി സാറായതുകൊണ്ട് ആ വില്ലൻ റോളും ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം പടം രണ്ടുപേരുടെയും ഒരു സ്പെഷ്യൽ സാധനമാണ്, കാണേണ്ട ഒരു സാധനമാണ്. നല്ല ക്ലാസിക് പടം ഉണ്ടാ. അപർണ മുരളിയും രാജ്ബി ഷെട്ടിയും പൊളിച്ചിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് പടം. സൂപ്പർ പടം, അടിപൊളി. നല്ല സിനിമ. കുറേ നാളുകൂടി ഒരു സ്ത്രീപക്ഷ സിനിമ ഇറങ്ങിയത്. നല്ല പടം. 2 പ്രാവശ്യം കാണാമല്ലോ. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു സൈക്കോളജിക്കൽ സർവൈവൽ ത്രില്ലറാണ്. സൂപ്പർ സിനിമയാണ്. ഞാൻ ഈ ഒരു വലിയ ചിത്രത്തിൻ്റെ നല്ലൊരു ചിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം കൂടെയാണ്. സൂപ്പർ. എല്ലാവരും കാണണം കേട്ടോ. നമുക്ക് ഭയങ്കര ഇങ്ങനെ ആകാംക്ഷയോട് കണ്ടിരുന്ന അവസാനം മനസ്സിലൊരു ശരിക്കും ഒരു സങ്കടം വന്നൊരു ഭയങ്കര ഒരു ഫീലോടുകൂടെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. വളരെ നല്ലത്. ഒരു പുതിയ എന്താ പറയുക, ഭയപ്പെട്ട തിരിച്ചറിയി പറഞ്ഞ് സന്തോഷം അല്ലാതെ സങ്കടമായിട്ട് അവസാനിക്കുന്ന ഒരു രീതിയാണ്. ഒരു മുഖമായ എക്സ്പീരിയൻസ് ഉണ്ട് അവസാനം. കൊള്ളാം. അതേപോലെ നല്ല പടം, സൈക്കോ ത്രില്ലറാണ്, എല്ലാവരും കാണണം. നല്ല പടം. അതെ, നല്ല സിനിമ. എൻ്റെ അമ്മയെ നേരത്തെ സംസാരിച്ച അമ്മ ഇതിലൊരു ചെറിയ വേഷമായിട്ടുണ്ട്. റിവെഞ്ച് ത്രില്ലിംഗ് പടം, നല്ല ഒരു ചിത്രമാണ്. ഏതായാലും നമുക്ക് കാണുന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചിത്രമാണ്. ഏതായാലും രാജ്ബി ഷെട്ടി പിന്നെ അപർണ ബാലമുരളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ കഥാപാത്രം നന്നായിട്ട് മലയാളത്തിലോട്ട് തിരിച്ചു വരുന്നതിൽ വളരെ ഈ ഡയറക്ടർ എന്തായാലും അദ്ദേഹത്തിൻ്റെ റൈറ്ററും ഡയറക്ടറും അദ്ദേഹം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആയാലും സൂപ്പർ പടം. എന്താ പറയുന്നു, എന്താ ഞാൻ നോർമലി കാമാണ്, ഇപ്പോഴും കാം. എനിക്കറിയില്ല, എൻ്റെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ അവരുടെ വർക്ക്, ടീം അവരുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാണാം ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ. സോ വാട്ട് എവർ റെസ്പോൺസ് വി ഗെറ്റ് നൗ വി മേ നോട്ട് വി വോണ്ട് ബി ഏബിൾ ടു ടേക്ക് ഇറ്റ് സീരിയസ്ലി. സോ കാണാം, നമുക്ക് ഇൻ ആക്ച്വലി ഈവനിങ് നമുക്ക് മനസ്സിലാവും എങ്ങനെയുണ്ട് റെസ്പോൺസ്. ഷീസ് എ ബ്യൂട്ടിഫുൾ ആക്ട്രസ്, നല്ല പെർഫോമറാണ്. സോ ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല, അവർ എത്തുന്നേ ഉള്ളൂ. തൃശ്ശൂരുണ്ടോ? ഓക്കെ. നിങ്ങളെല്ലാവരും കണ്ടോ? സിനിമ കണ്ടോ? ആരുടെ? ഇല്ല, എൻ്റെ പെർഫോമൻസ് കാണുമ്പോൾ എൻ്റെ അതൊക്കെ ഇല്ല, അങ്ങനൊന്നും ഇല്ല. So but I'm happy with whatever I have done. I'm absolutely happy. Sir, എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്തത്? കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫസ്റ്റ് ഒരു സൈക്കോ പോലെയാണെങ്കിൽ അവസാന നിമിഷം പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ഇമോഷണൽ ഉണ്ടാക്കിയിട്ടാണ് കഥാപാത്രം. ഞാൻ അവനെ ജസ്റ്റിഫൈ ചെയ്യില്ല, പക്ഷേ I don't relate with him. ഞാൻ അത്ര വെഞ്ചൻസ് ഉള്ള ആൾക്കാർ ആളൊന്നും അല്ല.
he always like എൻ്റെ ഹീറോ മാത്യു ആണ്. എൻ്റെ ഹീറോ മാത്യു ഒന്നുമല്ല. But it's good to play something which is actually എപ്പോഴും നമുക്ക് ഒരു നെഗറ്റീവ് പറഞ്ഞാൽ he's always bad towards everything in the world. ബട്ട് അങ്ങനെ ഒന്നുമില്ല. ആക്ച്വലി എല്ലാവരും വില്ലൻ തന്നെ, എല്ലാവരും വില്ലനും എല്ലാവരും ഹീറോയും. സോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. സോ യാ, ആരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ നോക്കുന്നില്ല. അത് രണ്ടുപേരുടെ പെർസ്പെക്റ്റീവ് വളരെ ജെനുവൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ഓഡിയൻസ് തീരുമാനിക്കുക കണ്ടിട്ട്. ട്രീറ്റ്മെന്റ് വളരെ ഡിഫറെന്റ് ആയതാണ്. സർവൈവൽ ഓരോ നിമിഷവും എന്താ പറയാ കുറച്ച് ഇതാവുന്നെങ്കിൽ അടുത്ത എന്താ ഒരു ശ്വാസം മുട്ടൽ നമുക്ക് പ്രേക്ഷകർ ഫീൽ ചെയ്യുന്നു. ഓക്കെ, എനിക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് സാധനം ചെയ്യുമ്പോഴും നമ്മൾ അതിനെ ജെനുവനായിട്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ്. ആ ജെനുവിനിറ്റി നമ്മൾ ആ പ്രൊഡക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി പ്രേക്ഷകൻ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി. ഹസ്ബൻഡിന്റെ പടം തിയേറ്ററിൽ കണ്ടു. അതെ, കുറേ കാലങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് കാണുന്നതല്ലേ, അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അപർണയുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും ഈക്വലാണ്. ഇതിനു മുമ്പ് തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് കണ്ടിരുന്നു. ഓഡിയൻസിൻ്റെ കൂടെ സിനിമ കണ്ടിട്ടുണ്ടോ? സന്തോഷം, വളരെ സന്തോഷമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ കൂടെ സിനിമ കണ്ടപ്പോൾ? നല്ല എന്താ പറയുക, ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് അഭിനയിച്ച പടം സിനിമയിൽ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ഈ ഓഡിയൻസിനൊക്കെ കൂടെ സ്വന്തം സിനിമ കാണുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പറയുക, അടിപൊളിയായിരുന്നു. ആ ത്രില്ലർ സസ്പെൻസ് ഇനിയും കാണണം, നിർത്തണ്ട അതുപോലെ. രണ്ടും ഇഷ്ടപ്പെട്ടു. രണ്ടാൾക്കാർ നല്ലപോലെ ചെയ്ത്. ആ, അത് വെച്ചാൽ സസ്പെൻസ് ഇനിയും കാണണം, നിർത്തണ്ട അതുപോലെ. മനസ്സിലാവത്തില്ല. ആദ്യം തുടങ്ങിയപ്പം വേറെ രീതിയിലായിരുന്നു, പിന്നെ മനസ്സിലാവാൻ തുടങ്ങിയത് ലിങ്കായിട്ട്. ഫസ്റ്റ് മൂവി അപ്പുറയുടെ ചൈൽഡ്ഹുഡായിട്ട് അഭിനയിക്കാൻ ലക്കിയാണ്. ഹാപ്പിയാണ് ഭയങ്കര. അത് എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. കുറേ നാളത്തെ ഒരു ട്രാവൽ, ഇങ്ങനെ ഒരു മൊബൈലിൽ നമ്മളിരുന്ന് സിനിമ കാണുന്നു എന്ന് പറയുന്നത് ഐ എം സോ എക്സൈറ്റഡ്. അതിനപ്പുറം ഞാനല്ലോ പറയേണ്ടത്. നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചു, ഇനി നിങ്ങൾ കാണുക, നിങ്ങൾ കണ്ടിട്ട് അതിന് ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം, അത് ആരുടെയും പക്ഷം പിടിക്കേണ്ട. നിങ്ങൾക്ക് എന്താണോ ആ പ്രൊഡക്റ്റിനോട് തോന്നുന്നത്, ആ ജെനുവിൻ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക. ഉറപ്പായിട്ടും. കാരണം ഞാൻ പറഞ്ഞു, ഞാനൊരു പുതിയ ആളാണ്. എനിക്ക് മുമ്പേ സിനിമയിൽ വന്നിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും. അപ്പോൾ രണ്ട് ആർട്ടിസ്റ്റിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, രണ്ട് ആർട്ടിസ്റ്റ് എന്നുള്ളതിനപ്പുറം അവർ രണ്ടുപേരും നല്ല പെർഫോമേഴ്സാണ്. അപ്പം അവരെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തു ഉള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറിൻ്റെ കൂടെ അഭിനയം കിട്ടിയ വലിയ ഭാഗ്യമാണ്. സാറിനോട് അഭിനയിച്ച് ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ മനസ്സിലായിരുന്നു. ഇപ്പൊ കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.